കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്കയിറച്ചിയാണ്. കക്കയിറച്ചി പുലർത്തിയതാണ്. വരുമ്പേ നിങ്ങളുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ കക്കയിറച്ചി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചേക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ച് പെരിഞ്ചീരകം, പിന്നെ ഒരു തേങ്ങാക്കൊത്ത്, കുറച്ച് തേങ്ങാക്കൊത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. തേങ്ങാക്കൊത്ത് നല്ലപോലെ ഒന്ന് ചെറുതായിട്ടൊക്കെ മൂപ്പിച്ചെടുക്കണം. തേങ്ങാക്കൊത്തൊക്കെ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്, പെരിഞ്ചീരകമൊക്കെ. ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയുടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഒരു 2-3 വറ്റൽമുളകും 2 പച്ചമുളകും എല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് നോക്കില്ല. ഒരു ചെറുള്ളിയാണ്. ഇതിന് ഒരു സവാള, ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിയും. ഇളക്കാണ് കുറച്ച് കറിവേപ്പില കൊടുക്കുക. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കും. നല്ലപോലെ മൂത്തിട്ടുണ്ട്. അപ്പം നമുക്ക് തീ കുറച്ച് വെച്ചേക്കാണ്. നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്തുള്ളത്. ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മസാല പൊടി ചേർത്ത് ഒരു 1/2 സ്പൂൺ, 1 സ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി നമുക്ക് ഓരോരുത്തർ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമുക്ക് ലേശം ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. നമ്മൾ കഴുകി നല്ലപോലെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്കയാണ്. ഇത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ലേശം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഈ മസാലയെല്ലാം ഇതിൽ പിടിക്കുന്ന രീതിയിൽ മൊത്തത്തിലൊന്ന് മിക്സ് ആക്കണം. ഇത് നമുക്കിതൊരു കുറച്ച് നേരം മൂടി വെച്ചിട്ട് വേവിക്കണം. ഇതിൽ നമുക്ക് വെള്ളമൊന്നും പ്രത്യേകിച്ച് ചേർക്കേണ്ട കാര്യമില്ല. ഈ കക്കയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങും. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒരു 5 മിനിറ്റ് ആയി. അപ്പോൾ നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ലേശം ഉപ്പ് കുറവുണ്ട്. അപ്പം ലേശം ഉപ്പ് കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എരിവിപ്പം ആവശ്യത്തിനുണ്ട്. അപ്പോൾ കൂടുതൽ വേണ്ടതൊക്കെ കുരുമുളക് പൊടി കൂടുതലിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് കൂടെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കക്ക ഇറച്ചി ഉലർത്തിയതൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. നല്ല അടിപൊളി സാധനമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ ഈ ഇറച്ചി റെഡിയായിട്ടുണ്ട്.
നമ്മുടെ ഈ കക്കയിറച്ചി പുലർത്തിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇത് നല്ല സാധ്യമായ രുചിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരെയും ബൈ.